ഹായ്, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മിസ്സിംഗ് ഫ്രീക്വൻസിയുടെ പ്രോബ്ലമാണ്. സാധാരണ ക്യൂട്ടിയിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു പ്രോബ്ലമാണ് മിസ്സിംഗ് ഫ്രീക്വൻസിയുടെ പ്രോബ്ലം. അപ്പോൾ ഈ വർഷവും ചിലപ്പോൾ നമുക്കത് വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ മിസ്സിംഗ് ഫ്രീക്വൻസി ഫ്രം ദ ഫോളോയിങ് ഇഫ് അരിത്തമെറ്റിക് മീൻ ഈസ് 34. സാധാരണ നമ്മൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അരിത്തമെറ്റിക് മീൻ തന്നിട്ടുണ്ട്, മാർക്സ് തന്നിട്ടുണ്ട്, നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ലിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു എക്സ് വാല്യൂ മിസ്സിംഗ് ആണ് നമ്മുടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ എക്സ് വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സാധാ പോലെ നമ്മൾ 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, അതേപോലെ നമ്മൾ ആദ്യം തന്നെ മാർക്സ് എഴുതുക. ഇനി അതിൻ്റെ എക്സ് കണ്ടുപിടിക്കുക. എക്സ് കണ്ടുപിടിക്കണ എങ്ങനെയെന്ന് ഓൾറെഡി പറഞ്ഞു. 0 + 10/2, 10 + 20/2, അങ്ങനെ നമ്മൾ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് എക്സ് ആയിട്ട് എടുക്കണേ. പിന്നെ ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി എഴുതുക. ഫ്രീക്വൻസി എഴുതുമ്പോൾ ഇവിടെ ഒരു വാല്യൂ മിസ്സിംഗ് ആണ്. അപ്പോൾ മിസ്സിംഗ് ഫ്രീക്വൻസിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ വാല്യൂ മിസ്സിംഗ് ആണ്. നമ്മളവിടെ എന്തായിട്ട് എഴുതുക? അതിനെ എക്സ് ആയിട്ട് എഴുതുക. പിന്നെ ബാക്കി തന്നിരിക്കുന്ന ഫ്രീക്വൻസീസ് എഴുതുക. ഇനി നമ്മൾ ടോട്ടൽ എടുക്കുമ്പോൾ ഫ്രീക്വൻസിയുടെ ടോട്ടലാണല്ലോ എന്ന് പറയണത്. അപ്പോൾ ഫ്രീക്വൻസിയുടെ ടോട്ടൽ എടുക്കുമ്പോൾ നമ്മൾ ഇതെല്ലാവരും കൂടി ആഡ് ചെയ്യണം. 70 കിട്ടും. 70 + എക്സ് എന്ന് വേണം എഴുതാൻ. കാരണം ഇതിൻ്റെ വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ ബാക്കി എല്ലാവരും കൂടി ആഡ് ചെയ്യുക, പ്ലസ് എക്സ് എന്ന് എഴുതുക. ഇനി ഇതേപോലെ തന്നെ എഫ് എക്സ് കണ്ടുപിടിക്കുക. ഓരോ എക്സ് വാല്യൂസിനെയും എഫ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. നമ്മളിവിടെ എടുത്ത് എഴുതുക. ഇവിടെ വരുമ്പോൾ എന്ത് വരും? 35 × x 35x എന്ന് വരും. അപ്പം നമ്മളിവിടെ സിഗ്മ എഫ് എക്സ് എങ്ങനെ എഴുതും? സിഗ്മ എഫ് എക്സ് ബാക്കി എല്ലാം ആഡ് ചെയ്യുക, പ്ലസ് 35x. അപ്പോൾ ബാക്കി 900 + 550 + 500 + 225 + 25 ഇത്ര ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2200 കിട്ടും, പ്ലസ് 35x. 35x ഇവിടെ ഉണ്ട്. അപ്പം 35x കൊണ്ട് നമ്മൾ പ്ലസ് ചെയ്യും. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. അപ്പോൾ അത് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. അപ്പോൾ നമുക്ക് എക്സ് ബാർ അറിയാം, 34. സിഗ്മ എഫ് എക്സ് 2200 + 35x. അപ്പോൾ 2200 + 35x ബൈ എൻ എന്ന് പറഞ്ഞാൽ 70 + x ആണ്. അപ്പോൾ 70 + x എന്ന് എഴുതുക. ഇനി നമ്മളിത് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ എന്താ തന്നേക്കണേ? എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. അപ്പോൾ എക്സ് ബാർ 34, 2200 സിഗ്മ എഫ് എക്സ് 2200 + 35x എൻ 70 + x. ഇനി എന്ത് ചെയ്യുക? ഇതെല്ലാവരും കൂടി ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ബൈ 70 + x എന്നുള്ളത് സമത്തിൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ എങ്ങനെ എഴുതും? 34 × 70 + x. ഇത് അങ്ങനെ തന്നെ അവിടെ എഴുതും. അടുത്തത് എന്താണ്? 2380. 34 × 70 2380. 34 × x 34x ഈക്വൽ ടു 2200 + 35x എന്ന് വരും. ഇനി നമ്മൾ വീണ്ടും ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? 2380 നിന്ന് 2200, അതായത് ഈ സംഖ്യകളൊക്കെ ഒരു സൈഡിലേക്കും എക്സുകൾ ഒരു സൈഡിലേക്കും കൊണ്ടുപോകും. അപ്പോൾ 2200 ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പോസിറ്റീവ് സംഖ്യയാണ്, ഇങ്ങോട്ട് വരുമ്പോൾ അത് നെഗറ്റീവായി. അതേപോലെ തന്നെ ഇവിടെ 35x, ഇത് 34x പോസിറ്റീവാണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ അത് നെഗറ്റീവായി. അപ്പോൾ നമുക്ക് ഈ 2380 - 200 എത്രയാണ്? 180 ഈക്വൽ ടു. ഇനി 35 - 34x എത്രയാണ്? 35 - 34x എന്ന് പറയുമ്പോൾ 1x. അപ്പോൾ x ഈക്വൽ ടു 180 എന്ന് കിട്ടും. എക്സ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. അപ്പം ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കമ്പൈൻഡ് മീനാണ്. കമ്പൈൻഡ് മീൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഗ്രൂപ്പിൻ്റെ മീൻ തന്നിട്ടുണ്ടാവും നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട്. എന്നിട്ട് നമ്മളോട് രണ്ടിൻ്റെയും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള മീൻ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ കമ്പൈൻഡ് മീനിൻ്റെ ഇക്വേഷനാണ് എക്സ് ബാർ 1 2, അതായത് രണ്ടിൻ്റെയും കൂടി മീനാണ്, അതുകൊണ്ടാണ് 1 2 എന്ന് പറയുന്നത്. ഈക്വൽ ടു n1 x ബാർ 1, അതായത് ആദ്യത്തേതിൻ്റെ നമ്പർ ആദ്യത്തേതിൻ്റെ മീൻ, പ്ലസ് n2 x ബാർ 2, രണ്ടാമത്തേൻ്റെ നമ്പർ രണ്ടാമത്തേൻ്റെ മീൻ, ഡിവൈഡഡ് ബൈ n1 + n2. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം. അപ്പോൾ ഈ പ്രോബ്ലം നോക്കിയേ. ദ മീൻ ഹൈറ്റ് ഓഫ് 20 മെയിൽ വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി 170. അതായത് 20 മെയിൽ വർക്കേഴ്സിൻ്റെ എന്താണ് മീൻ ഹൈറ്റ് 170യും മീൻ ഹൈറ്റ് ഓഫ് 30 ഫീമെയിൽ വർക്കേഴ്സ് 30 ഫീമെയിൽ വർക്കേഴ്സിൻ്റെ മീൻ ഹൈറ്റ് 150ആണ്. ആ കമ്പനിയിൽ മൊത്തം 50 വർക്കേഴ്സാണ് അപ്പോൾ ഉള്ളത്. കാരണം 30 20 50 വർക്കേഴ്സ്. അവരുടെ 50 വർക്കേഴ്സിൻ്റെയും കൂടി എന്താണ് കമ്പൈൻഡ് മീൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? n1 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? മെയിൽ 20 പേര്. 20 × x ബാർ 1 എത്രയാണ്? 170.
20 ഇൻറ്റു 170 പ്ലസ് അടുത്ത എന്താണ് 30 ഇൻറ്റു 150 150 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 20 പ്ലസ് 30. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? 3400 പ്ലസ് 4500 ബൈ 50 ഈക്വൽ ടു 7900 ബൈ 50 158 സെൻറ്റിമീറ്ററിന് കിട്ടും. അപ്പോൾ കമ്പൈൻഡ് മീൻ്റെ ഒരു പ്രോബ്ലം എന്തായാലും എല്ലാവരും പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്തൊരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. The mean wage of 100 workers working in a factory running 2 shift 60-40 ആയിട്ട് 2 ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ 100 അപ്പോൾ ഇവരുടെ കമ്പൈൻഡ് മീൻ നമുക്കിവിടെ തന്നിട്ടുണ്ട് 38. ദ മീൻ വേജ് ഓഫ് 60 വർക്കേഴ്സ് 60 വർക്കേഴ്സിൻ്റെ മീൻ വേജ് 40 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 40 വർക്കേഴ്സിൻ്റെ മീൻ വേജ് കണ്ടുപിടിക്കാൻ. അതായത് ഓൾറെഡി നമുക്ക് എന്തറിയാം? കമ്പൈൻഡ് മീൻ്റെ ഇക്വേഷൻ അറിയാം. അത് വെച്ചിട്ട് നമ്മളിത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ x⁻12 ഈക്വൽ ടു n1 x⁻1 പ്ലസ് n2 x⁻2 ബൈ n1 n2. n1 60 എന്നുണ്ട്, n2 40 ഉണ്ട്, x⁻1 40 എന്നുണ്ട്, x⁻2 നമുക്കറിയില്ല. കമ്പൈൻഡ് മീൻ 38 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? x⁻1 12 അതായത് കമ്പൈൻഡ് മീൻ 38 ഈക്വൽ ടു n1 60 ഇൻറ്റു x⁻1 40. അപ്പോൾ n1 ഇൻറ്റു x⁻1 40 പ്ലസ് n2 40 ഇൻറ്റു x⁻2 അതറിയില്ല നമുക്ക്, അവിടെ നമ്മൾ x കൊടുത്തു ബൈ 100. ഇനി എന്ത് ചെയ്യുക? ഇത് ഇക്വേറ്റ് ചെയ്യുക. 60 ഇൻറ്റു 40 2400 പ്ലസ് 40 ഇൻറ്റു x 40x ബൈ 100. ഇനി ഈ 100 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 38 ഇൻറ്റു 100 ഈക്വൽ ടു 2400 പ്ലസ് 40x എന്ന് കിട്ടും. ഇനി 2400 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ അത് ഈക്വൽ ടു സൈൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? ഇവിടെ പോസിറ്റീവ് സംഖ്യയാണ്, ഇങ്ങോട്ട് വന്നപ്പോൾ അതെന്തായി? നെഗറ്റീവ് സംഖ്യയായി. എന്നിട്ട് എന്ത് ചെയ്യണം? 3800 മൈനസ് 2400 ഈക്വൽ ടു 40x എന്ന് കിട്ടി. അപ്പോൾ 3800 മൈനസ് 2400 എന്ന് പറഞ്ഞാൽ എന്താ? 1400. അപ്പോൾ 40x ഈക്വൽ ടു 1400. അപ്പോൾ എക്സ് എത്ര കിട്ടി? 1400 ബൈ 40 35. അപ്പോൾ x⁻2 രണ്ടാമത്തേൻ്റെ മീൻ എത്ര കിട്ടി നമുക്ക്? 35 കിട്ടി. അപ്പോൾ ഈ പ്രോബ്ലം കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഇനി നമ്മൾ നോക്കുന്നത് മീഡിയൻ്റെ പ്രോബ്ലമാണ്. മീഡിയൻ ഇൻഡിവിജ്വൽ സീരീസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എക്സ് വാല്യൂസ് തന്നിട്ടുണ്ടാവും. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ആ എക്സ് വാല്യൂസ് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. മീഡിയം കാണാൻ എപ്പോഴും അത് എന്തിൽ അറേഞ്ച് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ. അതായത് ചെറുത് നിന്ന് വലുത് വരെ നമ്മൾ ഈ വാല്യൂസിനെ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ വാല്യൂ 10 ആണ്. അപ്പോൾ 10, പിന്നത്തെ വാല്യൂ 13, 14 അങ്ങനെ നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്തു. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? n+1 ബൈ 2th ഐറ്റം. n+1 ഇവിടെ എത്ര ഐറ്റം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. ഇനി ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് ഫ്രീക്വൻസി എന്നാൽ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് 10 എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്പർ ഇൻഡിവിജ്വൽ സീരീസ് ആയതുകൊണ്ട് അപ്പോൾ 10 പ്ലസ് 1/2. അപ്പോൾ 5.5 ഐറ്റം. 5.5 എന്ന് പറഞ്ഞാൽ എന്താ? 5ാമത്തെ ഐറ്റത്തിൻ്റെയും 6ാമത്തെ ഐറ്റത്തിൻ്റെ ഇടയ്ക്കുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് എണ്ണി നോക്കുക. 1 2 3 4 5 17. അപ്പോൾ 17 പ്ലസ് 18/2 ചെയ്യണം. 17 പ്ലസ് 18/2. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 17.5 ആണ് മീഡിയനായിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. നെക്സ്റ്റ് ഡിസ്ക്രീറ്റ് സീരീസിൽ മീഡിയം കാണാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഡിസ്ക്രീറ്റ് സീരീസിൽ മീഡിയം കാണുമ്പോൾ n+1 ബൈ 2th ഐറ്റം അതങ്ങനെ തന്നെ വരും. ഇക്വേഷൻ അത് തന്നെ. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം നോക്കാം. ഇവിടെ ഫ്രീക്വൻസി വരും. ഡിസ്ക്രീറ്റ് ഉണ്ടോ അവിടെ നമുക്ക് എന്ത് വരും? ഫ്രീക്വൻസി വരും. ഫ്രീക്വൻസി വെച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണത്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇവിടെ എക്സ്പെൻസ് 10 15 8 20 തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ചിൽഡ്രൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? CF കണ്ടുപിടിക്കണം. CF എന്ന് പറഞ്ഞാൽ എന്താ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഇതിങ്ങനെ കൂട്ടി എഴുതുന്നതാണ്. അപ്പോൾ ആദ്യം 8ൻ്റെ കൂടെ 12 കൂട്ടിയപ്പോൾ 20, 20ൻ്റെ കൂടെ 13 കൂട്ടിയപ്പോൾ 33, 33ൻ്റെ കൂടെ 15 കൂട്ടിയപ്പോൾ 48, 48ൻ്റെ കൂടെ 10 കൂട്ടിയപ്പോൾ 58. അപ്പോൾ അത് 58 ആണ്. അതായത് CFൻ്റെ ലാസ്റ്റ് 58ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 61. അപ്പോൾ 61 ആണ് നമ്മുടെ എഫിൻ്റെ ടോട്ടൽ. കാരണം ഇത് കൂട്ടി വരുന്ന അവസാനം കിട്ടുന്ന ഫിഗറാണല്ലോ ഈ 61 എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എഫിൻ്റെ ടോട്ടൽ. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് n+1 ബൈ 2th ഐറ്റം. ഇനി കാൽക്കുലേറ്റ് ചെയ്യണത് എന്താണ്? n+1 ബൈ 2th ഐറ്റം. n+1 ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ? 61 ആണ് ഇവിടെ n ആയിട്ട് എടുക്കുന്നത്. കാരണം
ഈ ഫ്രീക്വൻസിയുടെ ടോട്ടലിനെയാണ് നമ്മൾ ഇവിടെ n ആയിട്ട് പറയണത്. അപ്പോൾ ഇത് കൂട്ടി കൂട്ടി വന്നിട്ട് അവസാനത്തെ ഫിഗറാണല്ലോ 61. അപ്പോൾ 61 ഫ്രീക്വൻസിയുടെ ടോട്ടൽ. 61 + 1/2, അതായത് 62/2, 31ാമത്തെ ഐറ്റം. ഇനി ഇവിടെ 31ാമത്തെ ഐറ്റം എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ നമുക്ക് എണ്ണി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 33 ഇതിനകത്ത് ഏതിലാണ് അടങ്ങണേന്ന് നോക്കണം. 20ൽ 33 പോകുമോ? ഇല്ല. അപ്പോൾ 33 പിന്നെ വന്നത് എന്താ? തൊട്ടടുത്തത് 33ലാണ് ഈ 31 നിന്നുള്ള ഫിഗർ വന്നത്. ആ 31ൻ്റെ നേരെ കിടക്കണ എക്സ് വാല്യൂ, 33ൻ്റെ നേരെ കിടക്കണ എക്സ് വാല്യൂ, അതായത് ഈ 31 ഇതിനകത്ത് അടങ്ങണത് ഏതിലാണ്? 33ലാണ്. ആ 33ൻ്റെ നേരെ കിടക്കണ എക്സ് വാല്യൂ ഏതാണോ അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കണേ? മീഡിയനായിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ് മീഡിയൻ ഇൻ കണ്ടിന്യൂസ് സീരീസ് ആണ്. മീഡിയൻ ഇൻ കണ്ടിന്യൂസ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസ് വരെ നമ്മൾ സൈസ് എടുക്കുന്നത് n+1/2 ആണ്. പക്ഷേ കണ്ടിന്യൂസ് സീരീസ് വരുമ്പോൾ അത് n/2 ആവും. മറക്കരുതാരും. കണ്ടിന്യൂസ് സീരീസ് വരുമ്പോൾ n+1 ഉപയോഗിക്കില്ല, n/2 എന്നുള്ളതാണ് അവിടെ എടുക്കാറ്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ ഇതാണ്: m = L1+, അതായത് ലോവസ്റ്റ് ഇൻ്റർവെൽ പ്ലസ് L2 - L1, ഹയസ്റ്റ് മൈനസ് ലോ 1/f ഇൻറ്റു m - c. ഈ m എന്ന് പറഞ്ഞാൽ n/2 ആണ്. ഇനി നമുക്കിവിടെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. മാർക്സ് 0 to 10, 10 to 20 നമുക്കുള്ള അങ്ങനെ എഴുതി വെച്ചു. പിന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 7, 18, 34 അതെഴുതി. ഇനി നമ്മളോട് മീഡിയം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 0 to 10 എൻ്റെ നേരെ ഫ്രീക്വൻസി എത്ര? 7. ഈ ഫ്രീക്വൻസികളും ഈ മാർക്സും ഇവിടെ എടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് ഐറ്റംസ് കിട്ടി. ഇനി നമ്മൾ CF കണ്ടുപിടിക്കുക. 7, 7, 18, 25, 25, 34, 59, 59, 50, 109. അങ്ങനെ ഇങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? എഫിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കണ്ടുപിടിക്കുക. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണത് നമ്മളുടെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ ഇത്രയും ദിവസം ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത് n+1/2 ഐറ്റം അല്ലേ. ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? n/2 ഐറ്റം ഏതാണെന്ന് കണ്ടുപിടിക്കണം. n/2 എത്രയാണ്? n എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടോട്ടൽ 170. 170/2 85th ഐറ്റം, അതായത് 85ാമത്തെ ഐറ്റം. അത് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് അടങ്ങണേന്ന് നോക്കുക. എവിടെയാണ്? 109ലാണ്. കാരണം 59ൽ 85 പോവില്ല. പിന്നെ എത്രയല്ല പോണത്? 109. അപ്പോൾ അതിൻ്റെ നേരെയുള്ള ഫ്രീക്വൻസിയും വേണം നമുക്ക്, അതിൻ്റെ നേരെയുള്ള ക്ലാസ് ഇൻ്റർവെല്ലും വേണം. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? L1 + L2 - L1 / f ഇൻറ്റു n/2, അതാണ് m എന്ന് പറഞ്ഞാൽ, മൈനസ് CF. അപ്പോൾ നമുക്ക് നോക്കാം. L1 എന്ന് പറഞ്ഞാൽ 30, 40 ക്ലാസ് ഇൻ്റർവെല്ലാണ് ആ 109 വന്നേക്കണേന്ന് നമുക്ക് കണ്ടു. അപ്പോൾ L1 എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് ക്ലാസ് ഇൻ്റർവെല്ലാണ് 30, പ്ലസ് ഹയസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽ ഏതായിരുന്നു? 40 ആയിരുന്നല്ലോ. 40 - 30 / അതിൻ്റെ നേരെയുള്ള ഫ്രീക്വൻസി ഇൻറ്റു 85 എന്ന് പറഞ്ഞാൽ എന്താ? n/2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 85 നമുക്കറിയാം. മൈനസ് CF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ കിട്ടിയ ക്ലാസ് ഇൻ്റർവെൽ ഉണ്ടല്ലോ, അതിന് തൊട്ട് മുകളിലെ CF, അത് 59. പിന്നെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. 30 + 40 - 30 10, 10/50 ഇൻറ്റു ഇതിൽ നിന്ന് ഇത് കുറച്ച് 26. 10 × 26 260, 260/50, 30 + 260/50. അപ്പോൾ 30 + 5.2 35.2 എന്ന് നമുക്ക് ആൻസർ കിട്ടും.